അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാന്യരെ, മദീന ചാർട്ടർ രാഷ്ട്ര നിർമ്മാണത്തിലൊരു മാനിഫെസ്റ്റോ എന്നതാണ് പ്രതിപാദ്യ വിഷയം. ലോകത്തെ സമഗ്രമായൊരു എഴുതപ്പെട്ട ലിഖിത രൂപമാണ് മദീന ചാർട്ടർ. ലോകത്തെ ആദ്യത്തെ ഭരണഘടന എന്നും ഇന്നത്തെ ബഹുസ്വര സമൂഹത്തിന്റെ പ്രാഗ്രൂപവുമായും മദീന ചാർട്ടറിനെ നമുക്ക് വിവരിക്കാം. അൽ കിതാബ്, സഹീഫ, ദസ്തൂർ തുടങ്ങി അനവധി പേരുകളിൽ മദീന ചാർട്ടർ ഇന്ന് അറിയപ്പെടുന്നുണ്ട്. മദീന ചാർട്ടർ അഥവാ ജൂത സമൂഹവും ഗോത്ര സമുദായങ്ങളും അടങ്ങുന്ന അൻസാരികളും മുഹാജിറുകളും അടങ്ങുന്ന യസ്രിബ് എന്ന ഭൂപ്രദേശത്തെ മദീന എന്നൊരു രാഷ്ട്രമായി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച നീതിന്യായ നിയമസംഹിതയാണ് മദീന ചാർട്ടർ. മദീന ചാർട്ടറിന്റെ ആദ്യ പഠനങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ആദ്യമായി ചരിത്രത്തിൽ മദീന ചാർട്ടർ ഇടം പിടിക്കുന്നത് ഇബ്നു ഇസ്ഹാഖിലൂടെയാണ്. ഇബ്നു ഇസ്ഹാഖിന്റെ കയ്യിൽ ഇതിന്റെ പൂർണ്ണമായ മൂലപ്രമാണം ഉണ്ടായിരുന്നു എന്നതിന് ഇറാഖി പണ്ഡിതനായ അക്രം ലിയ ഉമരിയും തുടങ്ങിയുള്ള ചരിത്രകാരന്മാർ തെളിവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നു കസീർ, ഇമാം ബൈഹഖി തുടങ്ങിയുള്ളവർ മദീന ചാർട്ടറിനെ കുറിച്ച് പഠനം നടത്തുകയും പിന്നീട് പാശ്ചാത്യ സമൂഹത്തിലേക്കും ഈ പഠനങ്ങൾ നീളുകയും ഇത് ഭരണഘടന രൂപീകരണത്തിന് പല രാഷ്ട്രങ്ങളും തിരഞ്ഞെടുക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മദീന ചാർട്ടറിന്റെ ഘടന എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്. അഥവാ ആദ്യത്തെ പകുതി മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന ഒരു സമൂഹത്തിനും, രണ്ടാമത്തെ പകുതി മദീനയിലെ ജൂത ക്രൈസ്തവ മതവിശ്വാസികൾക്കും അതുപോലെ തന്നെ ഗോത്ര സമുദായങ്ങൾക്കും ഇടയിലുള്ള സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചാണ്. മദീന ചാർട്ടർ 52 ഖണ്ഡികകളിലായി 5 ഉപഖണ്ഡികകളും 47 പ്രധാന ഖണ്ഡികളും അടങ്ങുന്നതാണ് മദീന ചാർട്ടർ. അതിൽ 25ാമത്തെ ഖണ്ഡികയിൽ അന്നത്തെ മദീനയിലെ വലിയൊരു സമൂഹമായിരുന്നു ജൂത സമൂഹം. ജൂത സമൂഹത്തിന്റെ മതസ്വാതന്ത്ര്യം, മതേതരത്വം തുടങ്ങിയുള്ള മൂല്യവത്തായ കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അഥവാ ജൂത സമൂഹവും അന്നത്തെ മുസ്ലിം സമുദായം അടങ്ങുന്ന മദീനയിലെ പൗരനിവാസികൾക്കിടയിലുള്ള ഈ മദീന ചാർട്ടറിലൂടെയുള്ള ഒരു നിയമം എന്ന് പറയുന്നത്, സാമ്പത്തികമായ കാര്യങ്ങൾ സ്വമേധയാ നോക്കുന്നെങ്കിലും ഒരു ശത്രു, അത് ജൂത സമുദായത്തിനെതിരെ ശത്രുവാണെങ്കിലും മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ശത്രുവാണെങ്കിലും പരസ്പരം ഒരേ ചേരിയിൽ നിന്നുകൊണ്ട് പൊരുത്തണമെന്ന് മദീന ചാർട്ടറിലൂടെ നിർവചിക്കുന്നു. അതുപോലെ തന്നെ 41ാം ഖണ്ഡികയിൽ സ്ത്രീകൾക്ക് മൂല്യവത്തായ പരിഗണനകൾ കൊടുക്കുന്നുണ്ട്. അഥവാ അവരുടെ സ്വാതന്ത്ര്യം, ആരെ കയ്യിലാണ് സ്ത്രീകളെ വെക്കേണ്ടതെന്നുള്ള അവകാശങ്ങളും തുടങ്ങി അവരുടെ വിവാഹം, അതുപോലെയുള്ള സംഗതികൾക്കുള്ള അവരുടെ സ്വാതന്ത്ര്യം, സമത്വം എന്നിവ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 40, 45, 46, 47 ഖണ്ഡികകളിൽ വ്യക്തിത്വം, അസ്തിത്വം, സുരക്ഷിതത്വം, കൂട്ടുത്തരവാദിത്വം തുടങ്ങി മൂല്യവത്തായ ഇന്നത്തെ ആധുനിക സമൂഹത്തിലും ഭരണഘടനയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യക്തമായ മൂല്യഗുണങ്ങളുള്ളവ മദീന ചാർട്ടറിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതൊരു മുഹാജിറുകൾക്ക് അതൊരു സാമൂഹിക ഇൻഷുറൻസ് ആയിരുന്നു. മക്കയിൽ നിന്നും തങ്ങളുടെ മത സ്വാതന്ത്ര്യമില്ലാതെ, മതത്തിന്റെ ആചാരങ്ങൾ ചെയ്തതിന് സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്നും മദീനയിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാ സമുദായങ്ങൾക്കും സ്വതന്ത്രരായിരിക്കാനുള്ള ഒരു സൗഗുണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിരവധി പാശ്ചാത്യക്കാർ ഇതിനെ നല്ലത് പറയുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിമർശകനായിരുന്ന വില്യം മൂർ പോലും ഈ മദീന ചാർട്ടറിനെ അനുകൂലിച്ചുകൊണ്ട് ഇതൊരു കേവല രാഷ്ട്ര നിയമമല്ല എന്നും ഇതൊരു മത സ്വാതന്ത്ര്യത്തിന്റെ, മതേതരത്വത്തിന്റെ നിയമവ്യവസ്ഥതയാണെന്നും പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദീന ചാർട്ടറിൽ നാഗരികത, വികസനം, സ്ത്രീകൾ അല്ലെങ്കിൽ ദുർബലർ അടങ്ങിയിട്ടുള്ളവരുടെ
ശാക്തീകരണം അടങ്ങുന്ന നിരവധി നല്ല വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ സമുദായത്തിന്, ഇന്നത്തെ ഭരണഘടനകൾക്ക് ഒരു പ്രാഗ്രൂപമാണ്, അല്ലെങ്കിൽ മാതൃകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.